ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏസ് ഓഫ് കപ്സ്, ദ സൺ കാർഡ്, 3 ഓഫ് സോർഡ്സ്, ഒരു കാർഡ് കൂടെ നോക്കാം. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ പെയിൻ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു ടൈമിൽ അനുഭവിക്കുകയാണ്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവരും ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അവർ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണം. അവരുടെ ആ ഒരു സ്നേഹം, മുഴുവൻ സ്നേഹവും മറ്റൊരു രീതിയിലേക്കും സ്പ്രെഡ് ആയി പോകാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നും അതുപോലെ തന്നെ സൺ എനർജിയാണ്. ആ ഒരു പുതിയ തുടക്കത്തിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു സക്സസിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്നുമാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തകൾ കടന്നു പോകുന്നത്. കാരണം അവർക്ക് ഒരുപാട് വേദനകൾ അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു അവർക്ക് ഒരുപാട്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു മൊമെന്റ്സ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയം നുറങ്ങുന്ന ഒരു വേദനയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്.